ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി ഉള്ളി സാമ്പാറാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയായിരിക്കും അല്ലേ? അപ്പോൾ ഉള്ളി സാമ്പാറാണെങ്കിലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കുക്കറിലേക്ക് 1 കപ്പോളം തുവരപ്പരിപ്പാണ്, അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലെ മെയിൻ താരം ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി 1 കപ്പോളം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്ന് 2 പീസാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഇത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതുകൊണ്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇതിവിടെ തിളച്ച് വരുമ്പോൾ തന്നെ ആ ഉള്ളിയുടെയും കായത്തിൻ്റെയൊക്കെ മണം വന്നാൽ ഇപ്പം തന്നെ ചോറുണ്ടെന്ന് തോന്നും. അത്രയും മണമാണ്, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.